അകത്തെ പരിപാടികളൊക്കെ തീർന്നപ്പോൾ എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നാൽ പിന്നെ പുറത്ത് കുറച്ച് പരിപാടികളാവാമെന്ന് വിചാരിച്ചു. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ഗാർഡൻ സെറ്റിങ്സ് ഒക്കെ ഒന്ന് മാറ്റിയാലോ എന്ന്. കാരണം നല്ല മഴ പെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പുതിയ ചെടികളൊക്കെ നട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല സുഖമാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഈ കിഴങ്ങിൻ്റെ ചുറ്റും ഇരിക്കുന്ന ഈ പോട്ടുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെടികൾ നട്ട് കൊടുക്കണമെന്ന്. അതിലാദ്യം ഒരു കാശിത്തുമ്പ് ചെടികളാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. എന്നാൽ ഞാൻ പിന്നെ ഓണത്തിനൊക്കെ കുറച്ച് പൂവൊക്കെ കിട്ടിയത് കൊണ്ട് അതങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ അത് ഓണം കഴിഞ്ഞപ്പോൾ വിചാരിച്ചത് മാറ്റി കളയണമെന്ന്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർലോക്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഡിലേ ആയിപ്പോയി. ഇന്ന് തോന്നി ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, പെട്ടെന്ന് കാര്യം തീർക്കണമെന്ന്. കാരണം ഈ നാളെ നീളെ എന്നുള്ള പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം തോന്നി അത് അപ്പോൾ ചെയ്യണം, പറ്റുന്ന കാര്യമാണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കാര്യം തോന്നിയാലും അപ്പോൾ ചെയ്യുമെന്ന് വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ അത് അപ്പം ചെയ്ത് തീർക്കുക എന്നുള്ളത്. എന്തായാലും ആദ്യം അതിനകത്ത് വേണ്ടാത്ത ചെടികളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കിയിട്ട് കേട്ടോ. ഇളക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് കുതിർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ടു. പിന്നെ അതിനകത്തൊരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു ഇതിങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ഞാൻ അതിന് നട്ട് കൊടുക്കാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് തന്നെയാണ്. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. കാരണം ഇത് നന്ന ചെറുതല്ല, കുറച്ച് വലുതാണ്. അതിൻ്റെ മുകളിൽ അത് മൂത്ത് കഴിഞ്ഞ് അങ്ങനെ കതിര് പോലെ വന്ന് നിൽക്കുമല്ലോ, അതെടുത്തിട്ടാണ് പിന്നെ നമ്മൾ നട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുത് കുറേ ആയിട്ട് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നാളെ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, ഇതൊക്കെ വീഴുന്നുണ്ടല്ലോ. അത് മൂത്ത് കഴിഞ്ഞ് അങ്ങനെ അടർന്ന് വീഴാൻ തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് നിർത്തിയതാണ്, മറ്റൊരു സ്ഥലത്ത് നട്ട് കൊടുക്കാനാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടോ. പിന്നെ അതൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ടായിരുന്നേ. അപ്പം അതിങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അത് കഴുങ്ങിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് അങ്ങോട്ട് പടർത്തി വിടാമെന്ന് കേട്ടോ. അപ്പം അങ്ങനെ അതും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റോറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി കേട്ടോ. കുറച്ച് നീളത്തിലുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ പറ്റ ചെറുതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കെട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നീളത്തിലുള്ളത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് അച്ഛൻ പിന്നെ നമ്മൾ ഈ കുരുമുളകിൻ്റെ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കെട്ടി വെക്കും. കാരണം 2 ദിവസം കൊണ്ട് തന്നെ അതിന്ന് വേര് വന്നിട്ട് പെട്ടെന്ന് മരത്തിൽ അതങ്ങോട്ട് സ്റ്റക്കായി അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ മണി പ്ലാന്റും. 2 ദിവസം കൊണ്ട് തന്നെ അതിന് ഇടയിൽ ചെറിയ വേരുകളുണ്ടല്ലോ, അത് അതിന് വന്നിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ നേരെയായി കിട്ടും. അപ്പോൾ 2 ദിവസത്തിന് ഒരു ഇത് മതി. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു മുണ്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം, കോട്ടൺ കഷ്ണം എടുത്തിട്ട് അന്നിങ്ങനെ കെട്ടി കൊടുത്തട്ടോ. മഴ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് പെയ്യും. എന്നാലും നമ്മളൊരു ചെടിയൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണല്ലോ ശാസ്ത്രം നമ്മൾ തെറ്റിക്കേണ്ട. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബൈ.